ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ഗോതമ്പ് കൊണ്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്ന ഒന്നാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യണം? ആദ്യം തന്നെ നമുക്ക് ഷുഗർ കാരമലൈസ് ചെയ്യാം. ഏറ്റവും ആദ്യം ചെയ്യേണ്ട പണി അതാണ്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് ഷുഗറാണ് കാരമലൈസ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. മെഷർമെൻറ്റ് കപ്പിൽ 1/2 കപ്പ്. അപ്പോൾ നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, തീ ഓൺ ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നമ്മളിപ്പോൾ തൊടണ്ട, കുറച്ച് നേരം ഒന്ന് ചെറിയ ചൂടിൽ വെക്കുക. അപ്പോൾ ഇതൊന്ന് മെൽറ്റായി വരും. അതിന് ശേഷം മാത്രമേ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ടോ. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര മെൽറ്റായി വന്നിട്ടുണ്ട്, കുറച്ച് ഒന്ന് കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് കളർ ചേഞ്ച് ആവണം, എങ്കിൽ മാത്രമേ നമ്മുടെ കേക്കിന് കളർ ഉണ്ടാവുള്ളൂ. എന്നാൽ ഒരുപാട് കരിഞ്ഞ ആ ഒരു ഇതായി വരരുത് കേട്ടോ. പിന്നെ നമ്മൾ എപ്പോഴും കാരമലൈസിങ് ഇതുപോലെ നടക്കണമെന്നില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം കാരമലൈസ് ചെയ്തപ്പം ഈ പാത്രമല്ല എടുത്തിട്ടുണ്ടായിരുന്നത്, വേറൊരു ചീനച്ചട്ടിയാണ് എടുത്തിരുന്നത്. അപ്പോൾ കാരമലൈസ് ചെയ്തതിൻ്റെ ഇടയിൽ ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു, പെട്ടെന്നൊന്ന് അരിയാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അത് എന്താണ്ടായി വെച്ചാൽ ആ വെള്ളമൊക്കെ വറ്റി വന്ന് ഇതിങ്ങനെ ക്രിസ്റ്റലായിട്ടിരുന്നു. ഇതുപോലെ മെൽറ്റായി വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതെന്താണ് കാരണം എന്നുള്ളത് എനിക്ക് പിടികിട്ടിയില്ല കേട്ടോ. അപ്പോൾ എപ്പോഴും കാരമലൈസിങ് ഒരുപോലെ നടക്കണം എന്നില്ല. ഇപ്പോൾ നമ്മളിത് അനങ്ങാതെ വെക്കുക ഇട്ടതിന് ശേഷം. അപ്പോൾ മെൽറ്റായി വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ വലിയ കുഴപ്പമില്ലാതെയാണ് എനിക്ക് കിട്ടിയത്. കുറച്ചും കൂടി ഒന്ന് കളർ ചേഞ്ച് ആയി വരുമ്പോഴാണ് നമുക്ക് വെള്ളം ഒഴിക്കേണ്ടത്. അപ്പോൾ അത്യാവശ്യത്തിന് നല്ലൊരു കളർ വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിൽ വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും നീങ്ങി നിന്നിട്ട് വേണം വെള്ളം ഒഴിക്കാൻ. നല്ല ചൂടായിരിക്കും, അപ്പോൾ പെട്ടെന്ന് തന്നെ പൊട്ടിത്തെറിക്കും. അപ്പോൾ കുറച്ചീശായിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുക്കരുത്. ഇത് നന്നായി ഇളക്കി. അപ്പോൾ ഇത് ഒന്ന് ലൂസായി വന്നിട്ടുണ്ട്. ഇത് കുറുകി നല്ലൊരു കുറച്ചും കൂടി ഒന്ന് തിക്കായി വരണം. അതുവരെ നമുക്കൊന്ന് ഇട്ട് തിളപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിലേക്കുള്ള ഷുഗർ സിറപ്പ് തയ്യാറായിട്ടുണ്ട്. നല്ല കാരമലൈസ് ആയിട്ട് അത്യാവശ്യം ഒരു തേനിൻ്റെ പരിവൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി ചൂടാറാൻ വയ്ക്കാം. റൂം ടെമ്പറേച്ചർ ആവണം. അപ്പോൾ ഇതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട പരിപാടി. അടുത്തത് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര പൊടിച്ചെടുക്കുമ്പോൾ നമുക്ക് അതിലേക്ക് ഇതുപോലെ ഒരു കഷ്ണം പട്ട, 2 കരയാമ്പു, ഒരു ചെറിയ കഷ്ണം ജാതിക്ക, 2 ഏലക്കായ, ഇത്രയും ഇട്ടിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം. അപ്പോൾ പഞ്ചസാര 3/4 കപ്പ് പഞ്ചസാരയാണ് ആവശ്യം. ഇത് 1/2 കപ്പാണ്. അപ്പോൾ 1/2 കപ്പ് എന്ന് പറയുന്നത് 8 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ. അപ്പോൾ 3/4 കപ്പ് എന്ന് പറയുമ്പോൾ 12 ടേബിൾ സ്പൂൺ. അതായത് കപ്പില്ലാത്തവരുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏത് കപ്പിലാണോ ഇതിൻ്റെ പൊടി എടുക്കുന്നത് വെച്ചെങ്കിൽ അതേ കപ്പിൽ തന്നെ എല്ലാ മെഷർമെൻറ്റും എടുത്താലും മതി. അപ്പോഴും കുഴപ്പമുണ്ടായിരിക്കില്ല. അപ്പോൾ ഈ കപ്പിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 1/2 കപ്പ് എന്ന് പറയുന്നത് 8 ടേബിൾ സ്പൂൺ ആണ്. അപ്പോൾ ഇനി നമുക്ക് 3/4 കപ്പ് പഞ്ചസാരയാണ് ഇപ്പോൾ ഇതിലേക്ക് ആവശ്യം. അപ്പോൾ അതേ 1/4 കപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ പൊടിച്ചെടുക്കാൻ വേണ്ടി നമുക്കൊരു മിക്സി ജാർ എടുക്കാം. അപ്പോൾ ജാറിനകത്ത് ഒട്ടും തന്നെ വെള്ളമില്ലാതെ വേണം നമ്മൾ എടുക്കാൻ. ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം പാടില്ല. അത് നമ്മൾ എടുക്കുന്ന പാത്രത്തിലായാലും അത് മിക്സി ജാറിലായാലും അത് ഒട്ടും വെള്ളമില്ലാതെ തന്നെ എടുക്കുക. അപ്പോൾ പൊടിച്ചെടുത്ത ഷുഗർ നമുക്കൊരു അരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അരിപ്പയിൽ വെച്ച് നന്നായി ഒന്ന് അരിച്ചെടുക്കാം. നമുക്ക് അരിച്ചെടുക്കുമ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്ന പട്ടയുടെ ഇതിൻ്റെയൊക്കെ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ട് വെച്ചെങ്കിൽ ഇതെല്ലാം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ഷുഗർ തയ്യാറായിട്ടുണ്ട്. ഇനി അത് നമ്മൾ മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്ത് ഞാൻ ചേർക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ആണിത്. അത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഏതൊക്കെ നമ്മുടെ കയ്യിലുണ്ടോ അതിനനുസരിച്ചിട്ട് 1 കപ്പ് നമുക്ക് ചേർക്കാം. അത് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ബദാം പരിപ്പ് എടുത്തിട്ടുണ്ട്, അത് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ അണ്ടിപ്പരിപ്പ്, പിന്നെ ഡേറ്റ്സ്, ചെറി, ടൂട്ടി ഫ്രൂട്ടി, പിന്നെ നമ്മൾ കറുത്ത മുന്തിരിയും ഗോൾഡൻ മുന്തിരി 2 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെ കറുത്ത മുന്തിരിക്ക് കുറച്ച് ഹാർഡായിരുന്നു. ഞാൻ ഫ്രിഡ്ജിലൊക്കെ വെക്കുക. അപ്പോൾ ഹാർഡായിട്ടാണ് ഇരുന്നായിരുന്നത്. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് സോക്ക് ചെയ്യാട്ടിട്ട് നമ്മളൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കുക. അത് നമുക്ക് സോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിവിടെ ഓൾ പർപ്പസ് ആട്ടയാണ്, നമ്മൾ ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ മൈദയിലാവുമ്പോഴാണ് നമുക്ക് സോക്ക് ചെയ്തിട്ടുള്ള ഇത് ചെയ്യേണ്ടത്. ഗോതമ്പിലാവുമ്പോൾ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും സോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടിയിട്ട് 1 കപ്പ് ആ ഒരു മെഷർമെൻറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ താല്പര്യം വെച്ചെങ്കിൽ അതൊക്കെ എടുക്കാം കേട്ടോ, ഡ്രൈ ഫ്രൂട്ട്സ്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ബട്ടർ എടുക്കണം. അപ്പോൾ ഇതിനകത്ത് 130 ml ബട്ടറാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഇത് 100 ഗ്രാമിൻ്റെ ബട്ടറാണ്. അപ്പോൾ ഞാനിതിൽ 100 ഗ്രാം ബട്ടറും ബാക്കി 30 ml നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർക്കുന്നത്. അല്ല നിങ്ങൾ 130 ml ഇത് ചേർക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഇത് ചേർത്തോളൂ, അത് കുഴപ്പമില്ല.
ഞാനിപ്പോൾ ഇവിടെ 100-ന്റെ ഇത് ആണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് റൂം ടെമ്പറേച്ചറിലായിരിക്കണം. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഉരുക്കിയെടുത്തിട്ട് റൂം ടെമ്പറേച്ചർ ആക്കിയാൽ മതി. അല്ലെങ്കിൽ ഇത് എന്തായാലും ഒരു 4-5 മണിക്കൂർ പുറത്തിറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ റൂം ടെമ്പറേച്ചറായി വരും. ഇത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് തയ്യാറാക്കി എടുക്കുന്ന ആ കേക്ക് ട്രേ ഉണ്ടല്ലോ, അത് ഒന്ന് ബട്ടർ പേപ്പറൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെക്കുക. ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ടെങ്കിൽ സേഫ്റ്റിയാണ്. കാരണം ഒരിക്കലും കരിഞ്ഞില്ല, അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. മാക്സിമം ഒക്കെ ഒഴിവായി കിട്ടും. അപ്പോൾ അതില്ല എന്നുണ്ട് വെച്ചെങ്കിൽ നിങ്ങൾ കുറച്ച് ഓയിലൊന്ന് തടവിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കേക്ക് ഫ്ലോർ ജസ്റ്റ് ഒന്നിട്ട് തട്ടി കൊടുത്താലും മതി. ഈ സൈഡിലൊന്നും നമ്മൾ എണ്ണ തടവി കൊടുക്കരുത്. അപ്പോൾ ഒരുപാട് ഇതായി പോകും, നമ്മുടെ കേക്കിന് ഭയങ്കര ഷാർപ്പായി പോകും സൈഡ് ഭാഗങ്ങളൊക്കെ. അപ്പോൾ അത് കാരണം നമുക്ക് സൈഡ് ഭാഗങ്ങളിലും കൂടി കുറച്ച് ബട്ടർ പേപ്പറൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇതും നമ്മൾ റൂം ടെമ്പറേച്ചറിലായിരിക്കാം, പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഒരിക്കലും തണവൊന്നും ഉണ്ടാവാൻ പാടില്ല. റൂം ടെമ്പറേച്ചറിലായാൽ മാത്രമേ നമുക്ക് ശരിക്കും ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ശരിയായി കിട്ടുള്ളൂ കേട്ടോ. ഞാനൊരു വലിയ സ്റ്റീലിൻ്റെ പാത്രമാണ് എടുത്തത്. അതായിരിക്കും നമുക്ക് ബീറ്റ് ചെയ്യാൻ കൂടുതൽ നന്നായിരിക്കാമെന്ന് എനിക്ക് തോന്നിക്കണം. ചില്ല് പാത്രത്തിലായാലും പ്ലാസ്റ്റിക്കിൽ ഒരിക്കലും ചെയ്യരുത്. ചില്ല് പാത്രത്തിലായാൽ നമുക്കതൊരു ടെൻഷനായിരിക്കും, ഇനിയിപ്പോൾ പൊട്ടുകയോ അങ്ങനെയൊക്കെയുള്ളൊരു ഇത്. പക്ഷെ നല്ല ഗ്ലാസ്സിനൊന്നും ഒരു കുഴപ്പം വരില്ല. അപ്പം ഞാനിവിടെ സ്റ്റീലിൻ്റെ പാത്രം, അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബട്ടറൊക്കെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റർ വെച്ചിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബീറ്റർ ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഒരു വിഷമം വിചാരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നല്ല ഒരു ഫോർക്ക് അല്ലെങ്കിൽ മരത്തവി അങ്ങനത്തെ ഇതുണ്ട് വെച്ചെങ്കിൽ നന്നായി കൈ കൊണ്ട് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ക്യാപ്പിച്ചീനോ തയ്യാറാക്കിയപ്പോൾ മെഷീൻ ഇല്ലാതെ തന്നെയാണ് നമ്മൾ അതിൻ്റെ ക്രീം തയ്യാറാക്കിയത്. അതുപോലെ തന്നെയാണോ ഇതിൻ്റെ കാര്യം. പക്ഷെ നമ്മൾ കൈ കുറച്ച് നേരം കൂടുതൽ പ്രവർത്തിക്കണം, അത്രമാത്രം. മെഷീനാകുമ്പോൾ പെട്ടെന്നാവും. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഒന്നും കൂടി കുഴിയുള്ള ഒരു പാത്രമാണ് എടുത്തത് കേട്ടോ. അത് പരന്ന പാത്രമായിരുന്നു. അപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ തെറിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം ഒന്നും കൂടി ഒരു കുഴിയുള്ള പാത്രം എടുത്തു. ഇനി ഇതിലേക്ക് നമുക്കിപ്പോൾ നമ്മുടെ ബട്ടറൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൗഡർ ഷുഗർ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമ്മൾ ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്കുള്ള മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഓരോ മുട്ടയായിട്ട് വേണം ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാൻ. ഇനി നന്നായി ഇതുപോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഓവർ ബീറ്റിംഗ് പാടില്ല, കാരണം മുട്ട ജസ്റ്റ് ഒന്ന് മിക്സ് ആവാനേ പാടുള്ളൂ. അതിനുശേഷം നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. അപ്പം മാത്രമേ നമ്മൾ ഒന്ന് കുറച്ച് നേരം ബീറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോഴാണ് ആ മുട്ടയുടെ സ്മെല്ല് നന്നായി മാറി കിട്ടുക. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ആവുന്ന ആ ഒരു ലെവലിൽ മാത്രം ബീറ്റ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ 3 മുട്ടയും ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് 1 ടീസ്പൂൺ, അധികം ഒന്നും ഒഴിക്കേണ്ട, കാരണം നമ്മുടെ പട്ടയും കരയാമ്പൊക്കെ ഉള്ള കാരണം അത്ര അധികമൊന്നും നമുക്ക് മുട്ടയുടെ ഒരു സ്മെല്ല് ഫീൽ ചെയ്യില്ല. ഇനി നമ്മൾ ഇത് ഒഴിച്ചതിന് ശേഷം നന്നായി കുറച്ച് നേരം ഒരു 30 സെക്കൻഡ് സമയം ഒന്ന്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് കേക്ക് ഫ്ലോർ ആണ് എടുക്കേണ്ടത്. അപ്പം നമ്മൾ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അളവ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ 1 കപ്പ് എന്ന് പറയുന്നത്, ഇതാണ് മെഷർമെൻറ്റ് കപ്പ് എന്ന് പറയുന്നത്. അതിൽ 1 കപ്പ് എന്ന് പറഞ്ഞിട്ട് വെച്ചെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 16 ടേബിൾ സ്പൂൺ, അതാണ് കണക്ക്. ശരിക്കും നമ്മൾ 1 കപ്പ് എന്ന് പറയുമ്പോൾ ഇതിൽ മുകളിലേക്കൊക്കെ ആയിട്ടാണ് എടുക്കുക. അളവ് നോക്കുമ്പോൾ എൻ്റെ ഈ മെഷർമെൻറ്റ് കപ്പ് ഇപ്പം ഞാൻ ഷുഗറൊക്കെ നോക്കിയപ്പോൾ 128 ഗ്രാമാണ് വന്നത് 1 കപ്പ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ എപ്പോഴും അങ്ങനെ നമുക്ക് ഒരേ അളവ് കിട്ടില്ല. അപ്പോൾ നമ്മൾ കേക്കിനൊക്കെ തയ്യാറാക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ 1 ടീസ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ടേബിൾ സ്പൂൺ കൊണ്ടോ ഇങ്ങനെ വേണം നമ്മൾ ഇതിലേക്ക് നിറയ്ക്കാൻ. ഇങ്ങനെ നിറച്ച് കഴിഞ്ഞിട്ട് മുകളിലേക്കായിട്ട് നിറയ്ക്കുമ്പോൾ എപ്പോഴും ഒരേ അളവായിരിക്കണം എന്നില്ല. അപ്പോൾ കേക്കൊക്കെ തയ്യാറാക്കുമ്പോൾ ഒരേ അളവിലെല്ലാം ഇൻഗ്രീഡിയൻസ് ആയാലേ അത് കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ ഇതുപോലെ നിറച്ചതിന് ശേഷം ഈ മുകൾ ഭാഗം ഇതുപോലെ ഒന്നിങ്ങനെ കളഞ്ഞു കൊടുക്കുക, കറക്റ്റ് വടിച്ചെടുക്കുക. അപ്പോഴാണ് ഇതാണ് 1 കപ്പ് ഫ്ലോർ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് നമ്മൾ എടുക്കുന്നത്. ബേക്കിംഗ് സോഡ ഞാൻ ഇതിൽ ചേർക്കുന്നില്ല, ബേക്കിംഗ് പൗഡർ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ 1 ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം, 1 നുള്ളു ഉപ്പ്. അത് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം. ഇനി ഇത് നമ്മൾ ഒരു 1-2 വട്ടമൊക്കെ ഇതുപോലെ അരിച്ചെടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ ആ ബേക്കിംഗ് പൗഡറും അതുപോലെയുള്ള നമ്മുടെ ഗോതമ്പ് പൊടി എല്ലാം കൂടി നന്നായി മിക്സായി വരും. അപ്പോൾ ഒരു 2 വട്ടം ഇതുപോലെ അരിച്ചെടുക്കുക. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 പ്രാവശ്യം അരിച്ചെടുക്കുമ്പോൾ ബേക്കിംഗ് പൗഡർ എല്ലാ ഭാഗത്തേക്കും എത്തിയിട്ടുണ്ടായിരിക്കും. മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ഇതുപോലെ കുറച്ച് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാറ്ററിൻ്റെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം അടിയിൽ പോയി കിടക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലം ഇല്ലാതിരിക്കാനാണ് നമ്മൾ ഇതുപോലെ
കുറച്ച് ഫ്ലോർ ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ ഒരു കാരണത്താലും കൂടിയും ഇത് അടിയിലേക്ക് പോവും. നമ്മുടെ ബാറ്റർ ലൂസാണ് വെച്ചെങ്കിലും അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ശരിയല്ലെങ്കിലും ഈ ഫ്രൂട്ട്സൊക്കെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ അടിയിൽ പോയി കിടക്കും കേട്ടോ. ഇതേപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ടയുടെയും ബട്ടറിൻ്റെയും ആ മിക്സിലേക്ക് കുറച്ചായിട്ട് പൊടി ഇട്ട് കൊടുക്കാം. പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പം നമ്മൾ എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്, കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. പകുതി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു സ്പാച്ചില വെച്ചോ അല്ലെങ്കിൽ ഒരു മരത്തവി വെച്ചോട്ടോ ഇതേപോലെ ഫോൾഡ് ചെയ്ത് ഇതേപോലെ അങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷം നടുഭാഗത്ത് ഇങ്ങനെ ആക്കി കൊടുക്കുക. അല്ലാണ്ട് ഓവർ മിക്സിങ് പാടില്ല. ജസ്റ്റ് ഇങ്ങനെ ഒരു ഫോൾഡിങ് മാത്രമേ പാടുള്ളൂ. ഇല്ല വെച്ചെങ്കിൽ നമ്മുടെ കേക്കിന് സോഫ്റ്റ്നെസ് കുറയും. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ആവുന്നവരെ ലോ സ്പീഡിൽ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം, അത്രമാത്രം. പക്ഷെ അത് വേണ്ട, നമുക്ക് ഇതുപോലെ ഒന്നിങ്ങനെ ആക്കിയെടുത്താൽ മതി. ഇത് മിക്സ് ആയതിന് ശേഷം നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കാം. നമ്മൾ മൊത്തം ഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അത് ഇതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ കാരമലൈസ് ചെയ്ത ഷുഗർ സിറപ്പ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. കണ്ടില്ലേ, ഈ ഒരു ചൂടാറി വരുമ്പോൾ ഈ ഒരു പരിവാണ് വരിക. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കാരമലൈസ് നമ്മളൊന്ന് രുചിച്ച് നോക്കിയിട്ട് വെച്ചെങ്കിൽ അതിനൊരു കയ്പ്പ് രുചി ആയിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷെ നമ്മുടെ കേക്കിലോട്ട് വരുമ്പോൾ അതിന് ആ ഒരു കയ്പ്പൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. കറക്റ്റ് നമുക്ക് ഈ ഒരു കളർ കിട്ടിയാൽ മാത്രമേ കേക്കിന് കളർ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അത് കാരണം തന്നെ പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞിരുന്ന ആ 130 ഗ്രാം ബട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ ബട്ടറാണ് വെച്ചെങ്കിൽ കുഴപ്പമില്ല, അത് ഫസ്റ്റ് തന്നെ നമ്മൾ ചേർക്കും. ഞാനിപ്പോൾ ഇതിൽ സൺഫ്ലവർ ഓയിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ നമുക്ക് ചേർത്താൽ മതി. അത് ഞാൻ അപ്പം ചേർത്ത് കൊടുത്തിട്ടില്ല. ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം അവസാനം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അത് ഞാൻ ചേർത്തിട്ടില്ല. നമുക്ക് ഇതിന് ശേഷം ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി നോക്കിയതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് ഏത് വെജിറ്റബിൾ ഓയിലായാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ ബട്ടർ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി അതും ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഒരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കേക്ക് ടിൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ വെക്കുന്ന പാത്രത്തിന് നമ്മളിവിടെ ഇഡ്ഡലി ചെമ്പിലായിരുന്നു ഞാൻ ആദ്യം ഇത് ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇഡ്ഡലി ചെമ്പിനെക്കാട്ടിലും അത്യാവശ്യം അതേ വലിപ്പമായിരുന്നു ഇത്. അപ്പോൾ ഇത് ഇറക്കി വെച്ചപ്പോൾ ഇങ്ങനെ വെച്ചെങ്കിൽ ഈ ബട്ടർ പേപ്പറൊക്കെ ഉരിച്ച് പോയിട്ട് ഇതിൻ്റെ ബാറ്ററൊക്കെ അതിനകത്ത് വീഴുന്നു പോയി. അപ്പോൾ അത് കാരണമാണ് എനിക്ക് ക്രിസ്മസിന് ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്നത്. പക്ഷേ അതിൻ്റെ ബാറ്റർ ഞാൻ എടുത്തിട്ട് ഇത് കുക്കറിൽ ബേക്ക് ചെയ്തെടുത്തു. അപ്പോൾ അതിൻ്റെ നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്കതൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ഇപ്പോൾ വീണ്ടും ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാനൊരു നോൺ സ്റ്റിക്ക് പാനിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മളിതൊന്ന് നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതിൽ ആക്കിയിരുന്ന ബാറ്ററിൽ എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പോകാനും ഒന്ന് ലെവലായി കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു നോൺ സ്റ്റിക്ക് പാനിൽ ഇതുപോലെ ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. 10 മിനിറ്റ് നേരം പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാറ്റർ വെച്ച് കൊടുക്കാം. കൈ പൊള്ളാതെ ശ്രദ്ധിക്കുക. ഇതുപോലെയാണ് എനിക്ക് കൈ പൊള്ളിയത്. ഇതൊക്കെ അതിൽ പോകാനുള്ള കാരണം ഉണ്ടായിട്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് മണലൊന്നും ഇട്ടിട്ടില്ല. കാരണം കേടായ നോൺ സ്റ്റിക്ക് പാനായിരിക്കും കൂടുതൽ നന്നായിരിക്കട്ടെ. അതെൻ്റെ അത്ര വലിയ കേടായതൊന്നുമല്ല. പക്ഷേ ഇതിന് പാകമുള്ള പാത്രം ഇത് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അത് കാരണം ഞാൻ വെച്ചതാണ്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് ഇതിൻ്റെ ഹോൾ അടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, അടച്ചു വെക്കുക. ഇനി നമ്മൾ മീഡിയത്തിന് ആ ഒരു ഫ്ലെയിമിൽ വേണം ഇടാൻ. അത് ഓരോ ഗ്യാസിൻ്റെയും നമ്മൾ ബർണറിൻ്റെ വലിപ്പം അനുസരിച്ചിരിക്കും കേട്ടോ ഇതിൻ്റെ തീ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ മീഡിയം ഫ്ലെയിം, ലോ ടു മീഡിയം ആ ഒരു ഇതിൽ വേണം വെക്കാൻ. 30 മിനിറ്റ് നേരം എന്തായാലും നമുക്കിത് ബേക്ക് ചെയ്ത് എടുക്കേണ്ടി വരും. അതിന് ശേഷം മാത്രമേ തുറന്നു വെക്കാൻ പാടുള്ളൂ. കാരണം അതിന് മുമ്പ് തുറന്നു നോക്കിയാൽ ഉൾഭാഗമൊക്കെ കുഴിഞ്ഞിരിക്കും, അങ്ങനെയുള്ള കംപ്ലൈൻറ്റുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് കാരണം 30 മിനിറ്റിന് ശേഷം മാത്രം തുറന്നു നോക്കുക. ഇതിപ്പോൾ നമുക്ക് ഈ ഗ്ലാസിൻ്റെ ഇതായ കാരണം നമുക്ക് കാണാൻ പറ്റും, ബേക്കായി അതിൻ്റെ കളറൊക്കെ ഏകദേശം കാണാൻ പറ്റും. അപ്പം ഇനി നമുക്കൊരു 30 മിനിറ്റ് നേരം എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒരു 55-60 മിനിറ്റോളം അതിൻ്റെ 1 മണിക്കൂർ ഏകദേശം ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്ലെയിം അനുസരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഓരോ ഗ്യാസിൻ്റെ ഫ്ലെയിം അനുസരിച്ചിട്ട് ഇരിക്കും നമുക്ക് ബേക്ക് ചെയ്ത് കിട്ടുന്നത്. ഇപ്പോൾ ഏകദേശം അപ്പോൾ നമ്മൾ തുറന്ന് നോക്കിയിട്ട് ഇതായോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ ഇത് നല്ല ക്ലീൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ നമ്മുടെ കേക്ക് ബേക്കായി എന്നാണ് അർത്ഥം. അപ്പോൾ
വലിയ കുഴപ്പമില്ലാതെ തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിന് എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ കേക്ക് നമ്മൾ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായി ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിന് ഇൻസേർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇല്ല വെച്ചാൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല കേട്ടോ. അപ്പം നമുക്ക് തൊട്ടാൽ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഉണ്ടല്ലേ, ഇതിന് അത്യാവശ്യം ബട്ടർ ഉണ്ട്, അതുപോലെ മുട്ട ഇതെല്ലാം ചേർത്തിട്ടുള്ള കാരണമാണ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നത്. നമുക്ക് ചൂടാറിയതിന് ശേഷം പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ പിറ്റേ ദിവസമാണ് ഞാനിത് എടുത്തത്. അതിന് ശേഷം അല്ലെങ്കിൽ തണുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് പുറത്തേക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. നമുക്കിത് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ കേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗവും നല്ല അടിപൊളിയായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. അടിഭാഗമൊന്നും നമുക്ക് കരിഞ്ഞിട്ടൊന്നും വന്നിട്ടില്ല, നല്ല കറക്റ്റ് പാകമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം അനുസരിച്ചിട്ട് ഇരിക്കും കേട്ടോ നമ്മുടെ കുക്കിംഗ് ടൈമൊക്കെ. കാരണം എനിക്ക് ഏകദേശം 1 മണിക്കൂർ എന്തായാലും വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ടൂത്ത് പീക്ക് കൊണ്ട് ഇൻസേർട്ട് ചെയ്ത് നോക്കിയിട്ട് വെച്ചെങ്കിൽ അറിയാം നമുക്ക് അതിൻ്റെ വേവൊക്കെ. അപ്പോൾ നല്ല അടിപൊളി കേക്കായി വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റുമാണ് കേട്ടോ. ഇനി നിങ്ങൾക്കൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഇത് എത്രമാത്രം സോഫ്റ്റ് ആണെന്നുള്ളത്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയ കേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്